ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. അജ്ഞാന അന്ധകാരത്തെ അകറ്റി വിജ്ഞാന സൂര്യന്റെ അത്യുജ്വല കിരണങ്ങൾ ചൊരിയുവാൻ പ്രപഞ്ചത്തിന്റെ ഈടും പാവുമായി വർത്തിച്ച മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ പ്രണാമം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 3454 നമ്പർ ശാഖായോഗത്തിന്റെ ഏറെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പ്രകാശൻ സാർ അവർകൾ, ഏറെ ബഹുമാനായ ശാഖായോഗത്തിന്റെ സെക്രട്ടറി ശ്രീ പ്രശോഭ് അവർകൾ, ഈ ശാഖായോഗത്തിന്റെ ഫൗണ്ടർ ആയ ഏറെ സ്നേഹബഹുമാനായ ശ്രീ വിജയൻ സാർ അവർകൾ, മറ്റ് ശാഖയുടെ ബഹുമാനീയരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും ഏറെ പ്രിയങ്കരായ പ്രവർത്തകർ, ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഏറെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്നിവിടെ അറിവിന്റെ പ്രക്ഷാളനം നേടുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ സ്നേഹബഹുമാനീയരായ ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും ഗുരുവിന്റെ നാമത്തിൽ ഏറെ ഹൃദ്യമായ നമസ്തേ. ഒരുപാട് സന്തോഷകരമായ ഒരു മൊമെന്റ്സ് ആണിത്. കാരണം ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുകയാണ്. മഹാഗുരുവിന്റെ വലിയൊരു ദർശനം, എല്ലാവരും ആത്മസഹോദരരാണെന്നുള്ള അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു ശാഖ, കഴിഞ്ഞ 37 വർഷമായിട്ട് തുടങ്ങിയ ഒരു ശാഖ എന്ന് കേട്ടപ്പോൾ വളരെ അത്ഭുതത്തോടെയാണ് കേട്ടത്. പ്രത്യേകിച്ച് ഇതിന്റെ ഫൗണ്ടർ സ്ഥാപകനായ സ്ഥാപകരിൽ ഒരാളായ ശ്രീ വിജയൻ സാറിന്റെ വാക്കുകളിലൂടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അവർ കുറെ പേര് ചേർന്ന് അവരുടെ ഒരു പ്രയത്നം, ത്യാഗോജ്വലമായ ഒരു പ്രവർത്തനം. അപ്പോൾ എൻ്റെ മനസ്സിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് മഹാഗുരുവിന്റെ ഏറെ പ്രിയങ്കരനായ ഗൃഹസ്ഥ ശിഷ്യൻ മഹാനായ ടി.കെ. മാധവനെ കുറിച്ചാണ്. കാരണം 1903 ജനുവരി 1 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ജനുവരി 7 സ്ഥാപിതമായപ്പോൾ, അതിനുശേഷം 1927 ജനുവരി 1 മഹാനായ ടി.കെ. മാധവനെ SNDP യോഗത്തിന്റെ സംഘടനാ സെക്രട്ടറി ആയിട്ട് നിയമിതനാക്കുന്നുണ്ട്. ഈ നിയമിതനാക്കുമ്പോൾ അന്ന് യോഗത്തിന്റെ നിശ്ചയം ഇതായിരുന്നു, കഴിഞ്ഞ 24 വർഷമായിട്ട് ഈ യോഗത്തിൽ വെറും 3786 പേർ മാത്രമേ അംഗങ്ങളായിട്ടുള്ളൂ. ജനുവരി 7 1903 സ്ഥാപിതമായതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. 7 ലക്ഷത്തിലധികം ഈഴവരുമുണ്ട്. എന്നിട്ട് ഈ 24 വർഷം കഴിഞ്ഞിട്ടും അതിൽ യോഗാംഗങ്ങളായിട്ട് ചേർന്നത് വെറും 3786 പേർ. അതുകൊണ്ട് ഇതിൽ കുറച്ചു പേരെങ്കിലും ഇതിൽ അംഗങ്ങളായിട്ട് ചേരണം, ഇതിനൊരു പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കണം എന്നൊരു യോഗ നിശ്ചയമായിരുന്നു മഹാനായ ടി.കെ. മാധവനെ അന്നത്തെ സംഘടനാ സെക്രട്ടറി ആക്കുന്നത്. അന്നത്തെ ഒരു നമ്മുടെ കാലഘട്ടം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ മഹാനായ ടി.കെ. മാധവൻ തന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മഹാഗുരുവിന്റെ ശിഷ്യോത്തന്മാരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ടി.കെ. മാധവൻ സഞ്ചാര സ്വാതന്ത്ര്യം ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ തനിയെ നടന്ന് ഓരോ വീടുകളിലും കയറി ഇറങ്ങി 50,684 പേരെ അതിൽ അംഗങ്ങളാക്കുകയും 10 യൂണിയനുകളും 255 ശാഖായോഗങ്ങളും വെറും 4 മാസങ്ങൾ കൊണ്ട് സ്ഥാപിച്ചു. ഈ വിജയൻ സാറിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, കുറെ ഏറിയ, കാരണം ഇവർക്ക് സെക്രട്ടറി പ്രസിഡന്റിന് മാത്രം പോകുവാൻ സാധിക്കുന്ന സ്ഥലം മാത്രമല്ലായിരുന്നു. എന്നിട്ട് അവർ ഓരോ സ്ഥലത്തും ഏരിയ കമ്മിറ്റികൾ രൂപീകരിച്ച് അവരുടെ ആ ഔദ്യോഗിക തിരക്കിനിടയിൽ അവർ അതിന് സമയം കണ്ടെത്തി ഇങ്ങനെയൊരു ശാഖ രൂപീകരിക്കുകയും ഇന്ന് 37 വർഷം പിന്നിടുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മഹാഗുരുവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് മുന്നേറുമ്പോൾ
നമ്മള് മഹാഗുരുവിന്റെ ആ ശിഷ്യോത്തരന്മാർ ഗുരുവിന്റെ ദർശനം എത്രത്തോളം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു, അതേ രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനം എന്ന് കാണുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതിലേറെ ഇവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുവാൻ അർഹരാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷവുമാണ് ഈ ഒരു ഇവിടെ വേദിയിൽ നിൽക്കുമ്പോൾ. കേരളത്തിൽ നിന്ന് വന്ന് ഞങ്ങൾ കോട്ടയംകാരാണ്. കോട്ടയത്ത് നിന്ന് വരുമ്പോൾ കോട്ടയത്തിന്റെ അഭിമാനമായി ഞങ്ങളുടെ നാട്ടുകാരൻ ശ്രീ പ്രക്ഷോഭ് ഇന്നിവിടുത്തെ സെക്രട്ടറി ആയിട്ട് നിയമിതനായി എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഞങ്ങൾക്കിടയിൽ ഒരാള് ഇവിടെ വന്ന് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പ്രവർത്തകരെയും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇന്നലത്തെ ഇവിടെ കൾച്ചറൽ പ്രോഗ്രാം നടന്നപ്പോൾ കലാപരിപാടികളിലൊക്കെ ഞാനൊരു സ്ഥാനം വഹിക്കുന്ന ആണ് എന്ന് ആ ഒരു ദൗത്യം മാത്രമല്ല നിറവേറ്റാനുള്ളത്. ഈ പരിപാടിയിൽ മുഴുവനായിട്ട് അവരുടെ സഹകരണം ഉറപ്പിച്ചുകൊണ്ട് വിവിധ കലാ പരിപാടികളാണ് ഇവിടെ അരങ്ങേറിയത്. പ്രത്യേകിച്ച് വനിതാ സംഘത്തിന്റെ ഒരു ശക്തി തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഇന്നലെ വന്നപ്പോൾ മുതൽ ഏറെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളാണ്. കാരണം തങ്ങളുടെ ഔദ്യോഗികമായ തിരക്കുകൾക്കിടയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി വന്നവർ മഹാഗുരുവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് 171ാമത് തിരുജയന്തി ദിനം ഇവിടെ ആഘോഷിക്കുമ്പോൾ ആ തിരുജയന്തി ദിനം വളരെ വിപുലമായിട്ട് ഈ ലോകമെങ്ങും ആ ദർശനം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഇവരുടെ ആ മനസ്സ് ഏറെ സന്തോഷം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. ഒരുപാട് സന്തോഷം ഈ ഒരു ഹാപ്പി മൊമെന്റ്സ് തന്ന മഹാകവി വള്ളത്തോൾ ഗുരുവിനെ പാടി വെച്ചതാണ്. പാരിൽ ധർമ്മം ഉയർത്തുവാൻ വന്ന യദുകുലത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ചിത്രീകരിച്ചിരിക്കുകയാണ് അവിടെ മഹാഗുരുവിനെ. എന്തുകൊണ്ടാണ് മഹാഗുരുവിനെ ഇങ്ങനെയൊന്ന് ചിത്രീകരിക്കുവാൻ തോന്നിയത് മഹാകവി വള്ളത്തോളിനെ? ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ പേരിൽ മാത്രമല്ല മഹാഗുരു നമുക്ക് ദർശനം തന്നത്. നമ്മൾക്കറിയാം ഗുരുവിന്റെ ദർശനം അദ്വൈത ദർശനമായിരുന്നു. ഭഗവത്ഗീതയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമഹം പരിത്രാണായം സാധൂനാം വിനാശായ ച ദുഷ്കൃതയ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ, ധർമ്മത്തിന് ലോപമുണ്ടാകുമ്പോൾ അധർമ്മം വർദ്ധിക്കുന്നു. ഈ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ധർമ്മ സംസ്ഥാപനത്തിനായി ഈശ്വരൻ അവതാരമെടുക്കും. ആ ഈശ്വരനായിട്ട് ആ ദൈവമായിട്ട് പാലിൽ ധർമ്മം ഉയർത്തുവാൻ വന്ന ഈശ്വരനായിട്ട് മഹാഗുരുവിനെ മഹാകവി വള്ളത്തോൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്നോർക്കണം, നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാകവി വള്ളത്തോൾ പറഞ്ഞ വരികളാണിത്. അന്ന് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു? മഹാഗുരുവിന്റെ വത്സല ശിഷ്യനും ചിന്നസ്വാമിയും എന്നറിയപ്പെടുന്ന മഹാകവി കുമാരനാശാൻ ദുരവസ്ഥ എന്ന കൃതിയിൽ പറയുന്നുണ്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന്. മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ടകെട്ടി വൻപാർ അനാചാര മണ്ഡല ഛത്രരായി നമ്പൂരാർ വാണരുളുന്ന നാട്ടിൽ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലോഹോ ജാതി കോമരങ്ങൾ. എത്രയോ പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരയാം ജാതിയാൽ ന്യൂനമലസിപ്പോയി ഭാരതമാതാവേ നിൻ വയറ്റിൽ. ഈ വരികളൊക്കെ കേട്ടപ്പോൾ മനസ്സിലായില്ലേ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന്? ജീർണിച്ച ഒരു വർണ്ണവ്യവസ്ഥിത, അധസ്ഥിതരായി മുദ്രകുത്തിയ ഒരു ജനവിഭാഗം. അവരുടെ ഇടയിലേക്ക് ധർമ്മത്തിന് ലോപമുണ്ടായപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ച മഹാഗുരു, ആ ഗുരുവിനെ ഉയർന്ന ജാതി ശ്രേണിയുള്ള മഹാകവി വള്ളത്തോൾ ഈശ്വരനായിട്ട് കാണുന്നു. ആ മഹാഗുരുവിനെ എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ധാരാളം ഋഷീശ്വരന്മാരുണ്ടെങ്കിലും മഹാഗുരുവിന്റെ ദർശനം ഇന്ന് ലോകമെങ്ങും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ആ മഹാഗുരു നമുക്ക് തന്ന ദർശനം എന്തായിരുന്നുവെന്ന്. അദ്വൈത ദർശനമായിരുന്നു. അറിവാണ് ഈശ്വരൻ എന്ന് നമുക്ക് വിളിച്ചോദിത്തന്ന മഹാഗുരു ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആത്മസഹോദരരായിട്ട് കാണുക എന്നുള്ള വലിയൊരു ലക്ഷ്യമായിരുന്നു ഗുരുവിൻ്റേത്. അതുകൊണ്ട് തന്നെയാണ് ആ മഹാഗുരുവിനെ പാരിൽ ധർമ്മം ഉയർത്തുവാൻ വന്ന ഈശ്വരനായിട്ട് എതിവര്യനായിട്ട് ആ മഹാഗുരുവിനെ കണ്ടത്. ഗുരുവിന്റെ 64ഓളം കൃതികൾ, ഗുരുവിനെ കണ്ട് വണങ്ങിയിട്ട് പോയിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ, ഗുരുവിന്റെ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാർ, ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ, ആ മഹാഗുരുവിനെ ഒരു മഹാസൗധമായി സങ്കല്പിച്ചുകൊണ്ട് ആ മഹാസൗധത്തിലേക്ക്
നമ്മൾക്ക് ഓരോരുത്തർക്കും കയറി ചെല്ലുവാനുള്ള വാതായനങ്ങളാണ്, ജനാലകളാണ് ഈ പറഞ്ഞവരുടെ വാക്കുകളും മൊഴികളും ഒക്കെ. ആ മഹാഗുരുവിനെ നമ്മൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് ആരാധിക്കണം. ആ മഹാഗുരുവിനെ നമ്മളുടെ ഈശ്വരനായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. ആ മഹാഗുരുവിന്റെ ഏകലോക മാനവിക ഐക്യം എന്ന ആ പ്രയോക്താവിന്റെ നമ്മൾ അങ്ങനെ കാണണം. ആധുനിക യുഗത്തിന്റെ ഋഷിയായിട്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ കാണേണ്ടതാണ്. പക്ഷേ ഇന്ന് 171 തിരുചെയ്തി ദിനം ആഘോഷിക്കുമ്പോഴും 97ാമത് മഹാപരിനിർവാണ ദിനം ആചരിക്കുമ്പോഴും നമ്മൾ ആ മഹാഗുരുവിനെ എത്രത്തോളം ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ ഇത്രയും നാൾ എന്തെടുക്കുകയായിരുന്നു? ഗുരുവിനെ നമ്മൾക്ക് അറിയുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഞാനെന്ന നെയ്യെ ഹോമിക്കുന്നുവെന്ന് വെറുതെ പറയേണ്ടടുത്ത് വേദഭാഷ ഉപയോഗിച്ചിരിക്കുന്നു. ഓം അഗ്നേ തവ യത്തേജസ്തത് ഭ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരതി സപ്തജിഹ ത്വയ് വിഷയ ഇതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വംന പ്രസീദ പ്രസീദ ശ്രേയച്ച പ്രയച്ച പ്രയച്ച സ്വാഹ ഓം ശാന്തി ശാന്തി ശാന്തി. ഇതൊരു ഋഗ്വേദത്തിലെ മന്ത്രമാണോ എന്ന് നമുക്ക് തോന്നാം. ഓം അഗ്നേ നയ സുബരാധേരസ്മിൻ എന്ന വേദഭാഷയ്ക്ക് തുല്യമായ ഭാഷയാണിത്. ഇത്ര ഭാവഗരിമയോടെ വേദഭാഷ ഗരിമയോടെ തികവാർന്ന ഒരു മന്ത്രം ജപിച്ചു തന്നിട്ടുള്ള മറ്റൊരു മഹാഗുരു എവിടെയാണുള്ളത്? അവിടെയാണ് ഗുരുവിനെ നാം പഠിക്കേണ്ടത്. ഗുരുവിന്റെ ഓരോ കൃതികളിലൂടെയും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകേണ്ട അവസ്ഥകൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടതെന്നും മഹാഗുരു നമുക്ക് വളരെ ലളിതമായിട്ട് ഓരോ കൃതിയിലും പറഞ്ഞു തരികയാണ്. ഉപനിഷത്ത് സൂക്തികളിൽ പറയുന്ന ആ ഉപനിഷത്ത് മന്ത്രം തന്നെയാണ് ഗുരുവിന്റെ ഓരോ കൃതികളിലും ഉള്ളത്. ചാന്ദ്യക്യ ഉപനിഷത്തിൽ പറയുന്ന തത്വമസിയും, മാണ്ഡ്യക്യ ഉപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മയും, ഐതരേയ ഉപനിഷത്തിലെ അയമാത്മാ ബ്രഹ്മയും, ബൃഹദാരണ്യ ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസിയും. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? നിന്റെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരനെ നീ തിരിച്ചറിയുക എന്നതാണ് അല്ലേ? തത്വമസി നമുക്ക് ഏവർക്കും പരിചിതമായ വാക്കാണ്. ശബരിമലയിൽ പോകുമ്പോൾ 18ാം പടി കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണും തത്വമസി. എന്താണ് അതിന്റെ അർത്ഥം? അത് നീയാകുന്നു. ഇത് തന്നെ മഹാഗുരു കാച്ചിക്കുറുക്കി ഒരു ചിപ്പിക്കുള്ളിൽ നമുക്ക് തന്നു ആ ഉപനിഷത്ത് സാരത്തെ. എല്ലാവരും ആത്മസഹോദരരായിട്ടിരിക്കാൻ എന്നൊരു ഒറ്റ വാക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വലിയൊരു സന്ദേശമാണോ നമുക്ക് തന്നത്? നമ്മളൊക്കെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണോ പോകുന്നത്? എല്ലാവരെയും ഒന്നായി കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഗുരുവിന്റെ ഓരോ കൃതികളിലും ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഗുരുവിന്റെ കൃതികൾ ഓരോന്നും നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കണം. എന്തൊരു താള വൈവിധ്യത്തോടെയും വൃത്ത വൈവിധ്യത്തോടെയും സമീപന വൈവിധ്യത്തോടെയും ഒക്കെയാണ് ഗുരുവിന്റെ കൃതികൾ. എന്നാൽ ഇത്ര താളത്തോടെയും ലയത്തോടെയും ഒക്കെ ചെല്ലുമ്പോൾ അതിനകത്തടങ്ങിയിരിക്കുന്ന ആ ഉപനിഷത്ത് സാരത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ആ തത്വത്തെ നമ്മൾ അറിയുന്നുണ്ടോ? ആ തത്വമെല്ലാം വളരെ ലളിതമായിട്ട് നമ്മൾക്ക് എഴുതി തന്നു ശ്രീനാരായണ ധർമ്മത്തിലൂടെ. ശ്രീനാരായണ സ്മൃതി 1924 മഹാഗുരു ശിവഗിരിയിൽ വെച്ച് മഹാഗുരുവിന്റെ ഏറെ പ്രിയങ്കരനായ ശിഷ്യൻ ആത്മാനന്ദ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്തു. സംസ്കൃത ഭാഷയിൽ അത് എഴുതിയെടുത്തു. ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് കടന്നു പോകേണ്ടതെന്ന് വളരെ ലളിതമായിട്ടാണ് നമുക്കതിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മളുടെയൊക്കെ സ്മൃതി ഗ്രന്ഥം സ്മൃതി ശ്രുതി എന്ന് 2 തരത്തിൽ വിഭജിക്കപ്പെടുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. ഒരിക്കലും മാറ്റമില്ലാതിരിക്കുന്നത് വേദം എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. അദ്വൈത സത്യമാണ് ശ്രുതി എന്ന് പറയുന്നത്. എന്നാൽ സ്മൃതി എന്ന് പറഞ്ഞാൽ ദേശം കൊണ്ടും കാലം കൊണ്ടും മാറ്റമുണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഇപ്പോൾ നിങ്ങളുടെ നാഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയാൽ ഭാഷ മാറുന്നു, വേഷവിധാനങ്ങൾ മാറുന്നു, നമ്മളുടെ ആചാര രീതികൾ മാറുന്നു, പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ദേശം കൊണ്ടും കാലം കൊണ്ടും നമ്മളുടെ പണ്ടുള്ള കാലഘട്ടമാണോ ഇപ്പോൾ കാലങ്ങൾ മാറി. അന്ന് നമ്മൾ വഴി നടക്കുവാൻ വേണ്ടി സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലഘട്ടം. പിന്നീട് നമ്മൾക്ക്
സഞ്ചാര സ്വാതന്ത്ര്യം വന്നപ്പോൾ നമുക്ക് സൈക്കിളായി, സ്കൂട്ടറായി, കാറായി, അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേശം കൊണ്ടും കാലം കൊണ്ടും മാറുന്നതാണ് സ്മൃതി എന്ന് പറയുന്നത്. മഹാഗുരു എഴുതി തന്ന സ്മൃതി ഗ്രന്ഥം ശ്രീനാരായണ ധർമ്മം. എന്നാൽ ഈ ശ്രീനാരായണ ധർമ്മത്തിൽ സൂക്തം എന്ന ഒരു ഭാഗമുണ്ട്, പ്രസവ ശുശ്രൂഷ. ഇതൊഴിച്ച് മഹാഗുരുവിന്റെ ആ സ്മൃതി ഗ്രന്ഥത്തിൽ യാതൊരു മാറ്റവുമില്ല. ഗുരു പറഞ്ഞ ആ സ്മൃതി ഗ്രന്ഥത്തിലെ ആ തിരുവചനങ്ങൾ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് നേരാം വണ്ണം നടക്കുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാവരെയും ആത്മ സഹോദരരായിട്ട് കണ്ട് എല്ലാവരോടും അനുകമ്പയും സ്നേഹവും ഒക്കെ ഉള്ളവരായിട്ട് ഈ ജീവിതത്തിൽ നമ്മൾക്ക് കടന്നു പോകുവാൻ സാധിക്കും. അതിൽ ഒരു കുഞ്ഞിന് ഒരമ്മ ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെ വ്യക്തമായി തുടങ്ങി. അവിടെ നിന്ന് അവന്റെ മരണശേഷം എന്തൊക്കെ അപരക്രിയകൾ ചെയ്യണമെന്ന് നമുക്ക് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞു തരികയാണ്. അതെ, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ആ ഒരു പുരുഷനും സ്ത്രീയും പാകപ്പെടേണ്ടത്, അതുമുതൽ പറഞ്ഞു തരുന്ന ഏതൊരു മഹാഗുരുവാണുള്ളത്. അങ്ങനെ കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞ് നമ്മളിപ്പോൾ പല രീതിയിലാണ് നമ്മളുടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പോൾ പേരിടിയിൽ ചടങ്ങുകൾ നടത്തുന്നു. ഈ പേരിടിയിൽ ചടങ്ങുകൾ നമ്മൾക്ക് പല സ്ഥലത്തും പല രീതിയിലാണ്, പല സമുദായത്തിലും പല ജാതിയിലും പല വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. എന്നാൽ ഗുരു അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം 15 ദിവസത്തിന് ശേഷം 3 മാസത്തിനകം കുഞ്ഞിന് പേരിടുകയും കുഞ്ഞിന് നൂലുകെട്ട് നടത്തുകയും ചെയ്യാമെന്ന്. അതിന് പ്രത്യേക ജാതകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത്, മുലകുടിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വായിൽ പല്ല് വരാത്ത കുട്ടികൾക്കും ദഹനശേഷി കുറവായതുകൊണ്ട് കുട്ടികൾക്ക് 6 മാസത്തിന് ശേഷം മാത്രമേ ഉള്ളൂ ആഹാരം കൊടുക്കുവാൻ പാടുള്ളൂ എന്നോ. ഇത്ര വ്യക്തമായിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളർത്തേണ്ട രീതികൾ അവിടം തൊട്ട് നമുക്ക് തുടങ്ങിയാണ്. പിന്നീട് ആ കുഞ്ഞിനെ 5 വയസ്സ് വരെ ബ്രഹ്മചര്യം മാതാവും പിതാവും ആചരിക്കണം. നമ്മൾ എത്രയോ പേർ ഈ ഒരു വർത്തമാന കാലത്തിൽ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും നമ്മൾക്ക് സാധ്യമല്ലാത്തൊരു കാലഘട്ടം. മഹാഗുരു പറയുന്നത് ശരിയാണ്. കാരണം ഒരമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾ ആ അമ്മയുടെ വിചാരങ്ങളായിരിക്കും ആ കുട്ടിയിലേക്ക് പകർന്നു കിട്ടുന്നത്. ആ അമ്മ ദേവനെ പോലെ ആ കുഞ്ഞിനെ ദൈവത്തെ പോലെ കാക്കണമെന്നാണ് പറയുന്നത് 5 വയസ്സ് വരെ. കാരണം നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാനെ യശോദനെ കൊണ്ട് നടക്കുന്നത് നമ്മള് ചിത്രങ്ങളിലൊക്കെ ടിവിക്കകത്തും ഒക്കെ നമ്മൾ സീരിയലുകളായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിനെ ഓമനിച്ച് വളർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന് ജന്മമെടുക്കുമ്പോൾ അവനൊരു കണ്ണും കാതും ത്വക്കുമൊക്കെ വന്ന് അവനൊരു പൂർണ്ണ രൂപം എത്തിക്കഴിയുമ്പോൾ ആ അമ്മയുടെ ചലനങ്ങളാണ്. അതായത് മഹാത്മാഗാന്ധിജിയും രവീന്ദ്രനാഥ ടാഗോറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ആ വികാരങ്ങളാണ് ആ കുഞ്ഞിലേക്ക് പകർന്നു കിട്ടുന്നതെന്ന്. അതേപോലെ മഹാഗുരു നമ്മളോട് ആ ശ്രീനാരായണ സ്മൃതി ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, 5 വയസ്സ് വരെ ആ അമ്മയുടെ പരിചരണത്തിൽ ആ അമ്മയുടെ വാക്കുകളായിരിക്കും ആ കുഞ്ഞിനെ ഏറെ സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ദേവനെ പോലെ, ഒരു ദൈവത്തെ പോലെ നമ്മുടെ കുഞ്ഞിനെ 5 വയസ്സ് വരെ വളർത്തണം. പിന്നീട് അങ്ങോട്ട് അവനെ ഗുരുകുലത്തിൽ അയക്കുന്ന കാര്യങ്ങൾ പറയുന്നു അതിനകത്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇന്ന് ഗുരുകുല സമ്പ്രദായം ഒന്നുമില്ല. വിദ്യാഭ്യാസം നമ്മൾ എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, നമ്മൾക്ക് വിദ്യാഭ്യാസം ധനത്തിന് വേണ്ടിയാണെന്ന്. എന്നാൽ വിദ്യാഭ്യാസം കൊണ്ട്, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന മഹാമന്ത്രം ഓതി തന്ന മഹാഗുരു, ആ ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാൻ പറഞ്ഞത് വിദ്യാഭ്യാസം കൊണ്ട് ധനം ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളെ തന്നെ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിലുള്ള ആ കരുണയും സ്നേഹവും ദയവും ഒക്കെ മറ്റുള്ളവർക്കും അനുഭവിക്കുവാൻ കഴിയണം. അവരോടും അങ്ങനെ പെരുമാറുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ നന്മയുള്ളവരായിട്ട് വർത്തിക്കണം. ഇതാണ് ഗുരു നമ്മളോട് പറഞ്ഞു തന്നത്. പക്ഷേ നമ്മളൊക്കെ ഇന്ന് വിദ്യ നേടിക്കഴിയുമ്പോൾ വിദേശത്തോട്ട് പോയി സമ്പാദിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതിലുപരി നമ്മളെ തന്നെ തിരിച്ചറിയുവാനുള്ള ഒരു വിവേകം ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയൊരു സന്ദേശമാണ് ഗുരു നമുക്ക് തന്നത്. ഗുരുകുലത്തിൽ വിട്ട് പഠിച്ച ആ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ നമുക്കറിയാം ഗുരുക്കന്മാരായിരിക്കും അവരുടെ റോൾ മോഡൽ. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ടെലിവിഷനിലൊക്കെ കാണുന്ന ഓരോ സിനിമയിലെ കഥാപാത്രങ്ങളാണ് നമ്മളുടെ കുട്ടികളുടെ റോൾ മോഡൽ ഇല്ലേ. പണ്ട് ഗുരുക്കന്മാരെ റോൾ മോഡൽ ആക്കിയിരുന്ന കുട്ടികളൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്?
ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട ഒരു സ്ത്രീ, ആ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആ കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട കുട്ടിയാണെന്ന് തിരിച്ചറിവ് പോലും ഇല്ലാതെ MDM പോലുള്ള മാരകമായ വസ്തുക്കളുടെ പിന്നാലെ പോകുന്ന അവസ്ഥ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളുടെ ലോകം എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. കാരണം നമ്മൾ വിദ്യാഭ്യാസത്തിനായി ദൂരദേശത്തേക്ക് നമ്മളുടെ കുട്ടികളെ അയക്കുമ്പോൾ നമ്മൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം എന്താണ് അവർ തിരിച്ചു വരുമ്പോൾ സംഭവിക്കുന്നത്, എന്താണ് അവിടെ പോയാൽ സംഭവിക്കുന്നത്, ഒരു ഉൾപേടിയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ മഹാഗുരുവിന്റെ ദർശനം എത്രത്തോളം കാലാതീതമായ ഒരു ദർശനമായിരുന്നു എന്ന് നമ്മൾക്ക് ആ ഗുരുവിന്റെ ആ വലിയ വചനങ്ങളൊക്കെ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് ഗുരു ഒരു വലിയ സന്ദേശം നമ്മൾക്ക് മഹാഗുരുവിന്റെ ഒരു ജയന്തി നാളിൽ ഗുരു പറയുന്നുണ്ട്, നമുക്ക് തരുന്നുണ്ട്. ആ മഹത്തായ സന്ദേശം ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഒരു കാലാതീതമായ ഒരു ദർശനം തന്നെയാണ്. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഉണ്ടായിരുന്ന ലഹരീയ പാനീയം ഒന്ന് മാത്രമായിരിക്കും. കള്ളെന്ന് പറയുന്ന ഒരു പാനീയം കേരളത്തിലൊക്കെ ഉള്ളവർക്ക്, ജീവിച്ച് വളർന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അതറിയാം. അന്ന് ചെത്തെന്ന് പറയുന്ന ഒരു തൊഴിലും ഉണ്ടായിരുന്നു. ആ തൊഴില് ഒരു കുടുംബത്തെ വരുമാന മാർഗം ഇല്ലാതാക്കുമെന്ന് ഗുരുവിന് അറിയാമായിരുന്നു. പക്ഷേ ഗുരുവിന് മനസ്സിലായി, ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗം മാത്രമല്ല, ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ ഒക്കെ തകർക്കും ഈ മദ്യപാനം മൂലം. അതുകൊണ്ട് തന്നെ വലിയൊരു സന്ദേശമാണ് നമുക്ക് തന്നത്. കാരണം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നാം ചിന്തിക്കണം, ആ ഒരു ലഹരീയ പാനീയം മാത്രമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. കഞ്ചാവ്, മയക്കുമരുന്ന്, മറ്റ് ലഹരീയ പാനീയങ്ങളെല്ലാം MDM പോലുള്ള മാരകമായ വിഷവസ്തുക്കൾ മുമ്പിൽ സർക്കാർ പോലും മുട്ടുകുത്തി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നതാണ്. കാരണം നമുക്കറിയാം ഇന്ന് നമ്മളുടെ കോളേജുകളിലെ ഹോസ്റ്റലിലൊക്കെ സെൻസർ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ കുഞ്ഞുങ്ങൾ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവർ ഇത് MDM പോലുള്ള മാരകമായ വിഷവസ്തുക്കൾ ഉപയോഗിച്ചാൽ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതിന് ലക്ഷങ്ങൾ വില വരുന്ന ഈ മെഷീനുകൾ അവിടെ സ്ഥാപിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ? കാരണം നമ്മുടെ കുട്ടികളെ നമ്മളുടെ വീടൊരു മാതൃകാ വിദ്യാലയമായിട്ട് വീട്ടിലൊരു അടിസ്ഥാനം ഉണ്ടാക്കി നമ്മളുടെ കുട്ടികളെ മഹാഗുരു പറഞ്ഞതുപോലെ ആ ശ്രീനാരായണ സ്മൃതി ഗ്രന്ഥമൊക്കെ വായിച്ച് ആ ദർശനത്തിലൂന്നി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിൽ ഒരു നിമിഷം അവരൊരു പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ചിന്തിക്കും, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ശ്രീനാരായണ ദർശനത്തിലൂടെ ഈ ലോകമെങ്ങുമുള്ളവർക്ക് തന്ന ആ മഹത്തായ വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ ആ മഹാഗുരു വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിൽ നമ്മളോട് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് മഹാഗുരു 1928 ജനുവരി 16 നാഗമ്പട ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ വെച്ച് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് 8 ലക്ഷ്യങ്ങളിൽ കൂടി. കാരണം ശിവഗിരി തീർത്ഥാടനം വെറും ഒരു തീർത്ഥാടനമല്ല, അത് അറിവിന്റെ തീർത്ഥാടനമായി മാറണമെന്ന് പറഞ്ഞിട്ട് 8 ലക്ഷ്യങ്ങൾ പറയുമ്പോൾ ഗുരു ഒന്നാമതായിട്ട് പറഞ്ഞത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. ഒന്ന് ഓർത്തു നോക്കണം, വിദ്യാഭ്യാസം എന്നത് മഹത്തായ ആശയം മറ്റൊരു മഹാഗുരുവും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം വിദ്യാഭ്യാസം എന്ന 1928 ഗുരു പറയുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പുത്രനായി സർവോത്കൃഷ്ടമായ ചതയം നാളിൽ പൂജാതനായ നാരായണൻ, സാധാരണക്കാരായ 2 മനുഷ്യർക്ക് ഉണ്ടായ ഒരു ജന്മം, ഒരു മനുഷ്യ ജന്മം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് നരരൂപം ധരിച്ച പരമാത്മ സ്വരൂപനായിട്ട്, ഇല്ലേ? സാധാരണക്കാരായ മനുഷ്യരിൽ ജനിച്ച കുട്ടിയമ്മയ്ക്ക് മാടനാശാനും ആയിട്ട് ജനിച്ച ആ നാടും എന്ന പുത്രൻ നമ്മളെ അന്നു മുതൽ തുടങ്ങി തൻ്റെ ബാല്യകാലത്തിലൂടെ, തൻ്റെ യൗവനകാലത്തിലൂടെ, തൻ്റെ വാർദ്ധക്യകാലത്തിലൂടെയൊക്കെ ഓരോ ജീവിത രീതികൾ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ചതയം നാളിൽ പൂജാതനായിട്ടുള്ള കരഞ്ഞില്ല. കരയാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കരയുവാനല്ല ജനിച്ചത്. അവസ്ഥരായി ഈ ഭൂമി പാടില്ല, വിദ്യ പാടില്ല, ആയുധം പാടില്ല, മാന്യമായ വസ്ത്രം പാടില്ല എന്ന സാധാരണക്കാരന്റെ അവകാശങ്ങളെ നിഷേധിച്ച നൂറ്റാണ്ടുകളുടെ ജീർണിച്ച വർണ്ണവ്യവസ്ഥയ്ക്ക് അതീന്ദ്രിയ ജ്ഞാനത്തിന്റെയും തപോബലത്തിന്റെയും ശക്തിയിൽ കാടുകളിൽ ഒളിഞ്ഞിരുന്നു ഗറില്ലായുധം ചെയ്യാതെ ഒരിറ്റ് രക്തം ചിന്താതെ 10,000 സൂര്യന്റെ തേജസ്സോടെ കൂടി
ഒരു വ്യവസ്ഥയെ മാറ്റിമറിക്കുവാൻ വേണ്ടിയാണ് ഗുരു കരയാതെ ഇവിടെ അവതാരമെടുത്തത്. ആ മഹാഗുരു തന്റെ ബാല്യകാലത്തിൽ 6 വയസ്സുള്ളപ്പോൾ തന്റെ വീട്ടിൽ ഒരു മരണമുണ്ടാകുകയാണ്. തന്റെ മുത്തശ്ശി മരിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാം, നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ നമ്മുടെ വീടുകളിൽ മരിക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടമാണ്. കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് നമ്മൾക്ക് ജന്മം തരുന്നതെങ്കിലും നമ്മളുടെ മുത്തശ്ശിമാരും ഒക്കെയാണ് നമ്മളുടെ വഴികാട്ടി, നമ്മൾക്ക് കഥകൾ പറഞ്ഞു തന്നും പുരാണങ്ങൾ ഒക്കെ പറഞ്ഞു തന്ന് നമ്മളെ വളർത്തി വലുതാക്കുന്നത് നമ്മളുടെ മുത്തശ്ശന്മാരൊക്കെയാണ്. പക്ഷേ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെയൊക്കെ ആ കാലഘട്ടം വരുമ്പോൾ, നമ്മളൊക്കെ മുത്തശ്ശന്മാരൊക്കെ ആകുമ്പോൾ നമ്മളുടെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ നോക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. മഹാഗുരു എന്താ പറഞ്ഞേ? 5 വയസ്സ് വരെ അവനെ ദൈവത്തെ പോലെ ദേവതയെ പോലെ അവന്റെ അമ്മയുടെ പരിചരണം കിട്ടി വളരണമെന്ന്. ഇതൊക്കെയല്ലേ നമ്മുടെ കുട്ടികൾ ഈ MTMന്റെ പുറകെയൊക്കെ പോകുന്നത്? നമുക്ക് കുട്ടികളെ ചേർത്ത് പിടിച്ച് വളർത്തുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ മഹാഗുരുവിന്റെ വലിയൊരു ദർശനം, നമ്മൾ ആ വിദ്യാഭ്യാസത്തിന് കൊടുത്ത ആ ഒരു വലിയ പ്രാധാന്യം, അന്ന് ആ മുത്തശ്ശി മരിക്കുമ്പോൾ ആ കുട്ടി കരഞ്ഞില്ല, ആ കുട്ടിക്ക് വിഷമമായി. അങ്ങനെ വീട്ടുകാരെല്ലാവരും ഇരുന്ന് വിഷമിക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ചിന്തയുദിച്ചു, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുമ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നു? പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ, എല്ലാവരും ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. കുട്ടിക്ക് ആകെ വിഷമമായി, ഇതെന്തൊരു പ്രതിഭാസമാണ് ഈ കാണുന്നത്? ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുമ്പോൾ എല്ലാവരും കരയുന്നു, പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ അതെല്ലാം മറന്ന് ചിരിക്കുന്നു. ആ കുട്ടിക്ക് ആ വിഷമം താങ്ങാനാവാതെ അടുത്തുള്ള ഒരു പൊന്തക്കാട്ടിൽ പോയി ഒളിച്ചിരുന്നു. വീട്ടിലുള്ളവരെല്ലാം തിരക്കുകയാണ്, നാണു അവിടെ. അങ്ങനെ തപ്പിച്ചെന്നപ്പോൾ അവന്റെ അച്ഛൻ കാണുന്നു, അവൻ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്, കുറ്റിക്കാട്ടിൽ. ചോദിച്ചു, എന്ത് പറ്റി നാണു, നിനക്ക് എന്താണ് പറ്റിയത്? അപ്പോൾ അച്ഛനോട് വിവരം പറഞ്ഞു, എന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു, ഇപ്പോൾ എല്ലാവരും ചിരിക്കുന്നു, ഇതെന്തൊരു പ്രതിഭാസമാണ്? ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുമ്പോൾ എന്തിനാണ് എല്ലാവരും കരയുന്നത് എന്നൊരു ചോദ്യം. ഒന്നോർക്കണം, 6 വയസ്സുള്ള ബാലന്റെ മനസ്സിലെ ചോദ്യമാണത്. അതിനുള്ള ഉത്തരം നമ്മൾക്ക് 1797 കോലത്തുകരയിൽ വെച്ച് തന്നിട്ടുണ്ട്. ഗദ്യ പ്രാർത്ഥന, നാം ശരീരമല്ല അറിവാകുന്നു. ആ മഹാഗുരുവിന്റെ വലിയൊരു ദീർഘവീക്ഷണം തന്റെ 6 വയസ്സുള്ളപ്പോൾ തന്റെ ബാല്യകാലത്തിലൂടെ തന്റെ ജീവിത രീതികളിലൂടെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ച് മഹാഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. കോലത്തുകരയിൽ വെച്ച് രാമൻ മുതലാളി, രാമൻ വൈദ്യൻ എന്ന് പറയുന്ന ഒരാളെ ചെന്ന് ഗുരുവിനോട്, ഞങ്ങൾക്ക് വളരെ ലളിതമായി പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥന എഴുതി തരുവോ ഗുരുവോ എന്ന് ചോദിച്ചപ്പോൾ എഴുതി കൊടുത്തതാണ്. ഗുരു തന്റെ ബാല്യകാലത്തിൽ കൊടുന്ന ചിന്തയാണ്, ആരാണ് ഈ ശരീരം, എന്താണ്, നമ്മൾ ആരാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈശ്വരൻ എന്ന ഉള്ള വലിയൊരു തിരിച്ചറിവാണ് ഗുരു അവിടെ ബാല്യകാലത്ത് തന്നെ നമുക്ക് തരുവാൻ ഒരുക്കി വെച്ചിരുന്നത്. ആ ഗുരുവിനെ നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്? നമുക്കറിയാം, മഹാഗുരു ആത്മജ്ഞാന രഹസ്യം നേടി തന്റെ ബാല്യകാലത്തിന് ശേഷം അവധൂത സഞ്ചാര കാലഘട്ടത്തിലൂടെ ഈ ലോകത്ത് നടക്കുന്ന ജീർണിച്ച വർണ്ണവ്യവസ്ഥിത മുഴുവൻ കണ്ടു മനസ്സിലാക്കി, ഓരോരുത്തരും ഏതെല്ലാം രീതിയിലാണ് അനുഭവിക്കുന്ന യാതനകൾ കണ്ടു മനസ്സിലാക്കിയ ആ മഹാഗുരു മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ പോയി തപസ്സിരുന്ന്, കഠിന തപസ്സിലൂടെ, മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അപ്പോൾ നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ്. കാരണം മഹാഗുരു 3-4 വർഷത്തോളം അവിടെ ഇരുന്ന് തപസ്സനുഷ്ഠിച്ചു, കഠിനമായ തപസ്. ആ മരുത്തോമല പിള്ളത്തടം ഗുഹയൊക്കെ നമ്മൾ ചെന്ന് കാണുമ്പോൾ ഓർക്കും, ഒരു നിമിഷം ഒന്ന് നമ്മൾ ചിന്തിക്കും, ഗുരു എത്രത്തോളം ത്യാഗമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരുന്നതെന്ന്. കാരണം ആ പാറ ഇടുക്കുകളിലേക്ക് നമുക്ക് കയറി ചെല്ലുവാൻ പോലും അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. എന്നാൽ ഗുരു അവിടെ ആ കാട് പിടിച്ച പ്രദേശത്തിൽ ആ പാറ ഇടുക്കുകളിലുള്ളിൽ ഇരുന്ന് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന് നമ്മൾ ഇന്ന് ധ്യാനം നടത്തുമ്പോൾ എല്ലാവരും കൂടിയിരുന്നാണ് ഒരു ധ്യാനം നടത്തുന്നത്. എന്നാൽ മഹാഗുരു അവിടെ ഒറ്റയ്ക്കിരുന്ന് കണ്ണടച്ചിരുന്ന് അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ആരൊക്കെയായിരുന്നു? പാമ്പും പുലിയും ഗുരുവിന് ഭക്ഷണം കഴിക്കുവാൻ കാട്ടുകിഴങ്ങും ഈ പച്ചിലകളും ഒക്കെയായിരുന്നു. അവിടെ ഇരുന്ന് ഗുരു ആത്മജ്ഞാന രഹസ്യം നേടി ബ്രഹ്മവിത്തായി മാറിയിട്ട് ഗുരു എന്താണ് പറഞ്ഞത്? മറ്റ് 4 അവസ്ഥകളുണ്ട്. ഞാൻ കാലമായി വന്നതിപ്പോൾ. എന്നിട്ട് പിന്നീട് സാനുഭവഗീതയിൽ അതിന്റെ ആനന്ദം പറയുന്നുണ്ട്. ഈ 7ാമത്തെ പദ്യത്തിൽ, ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരു പോൽ, ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ജനം ഇതു കണ്ടു തെളിഞ്ഞാൽ
ജനിമൃതി കൈവിട്ടിരിക്കമൻ നിലയിൽ മനതളിരൊന്ന് കലർന്നാൽ അനവരതം സൗഖ്യം അന്നു തന്നെ വരും. നമുക്കൊക്കെ ആനന്ദം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ജനം ഇത് കണ്ടു തെളിയണോന്നാ പറഞ്ഞത്. എല്ലാവരോടും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ആത്മജ്ഞാനത്തിലേക്ക്, ആ സ്പിരിച്വാലിറ്റിയിലേക്ക് ചെല്ലുവാൻ സാധിക്കണം. നമുക്ക് ഈ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആ ആത്മീയ സ്പിരിച്വാലിറ്റിയും കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ മഹാഗുരു തന്റെ ആത്മജ്ഞാനത്തെക്കുറിച്ച് ജനനി നവരത്ന മഞ്ജരിയിൽ പറയുന്നുണ്ട്. എൻ പാപമെയ്വതിനൊരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴുമെന്ന് അൻപാണു മൗർവിയൊരിരുമ്പാം മനം ധനുരഹംഭാവിയാണു വിജയി. എന്റെ പാപത്തെ അറുക്കുവാനുള്ള ശരമാണ് ആത്മജ്ഞാനം എന്ന് ഗുരു ആ അറിവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. അറിവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ മറ്റേതൊരു മഹാഗുരുവുണ്ട് ഈ ലോകത്ത്? ആ ഗുരുവിന്റെ ദർശനം വേണ്ടി നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ടി ആ മഹാഗുരുവിനെ നമ്മൾ എത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ആ മഹാമന്ത്രം ഇന്ന് ഈ ലോകത്ത്, ഇന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ കാലാതീതമായ ഒരു ദർശനമാണ് ഗുരുവിന്റെ ആ ഒരു ചേർത്ത് പിടിക്കൽ, എല്ലാവരെയും ഒന്നായി കാണുവാൻ. മഹാഗുരുവിന്റെ ഈ ശ്രീനാരായണ സ്മൃതിയിലും ഗുരു പറയുകയാണ്, നമുക്ക് ജാതി, ഏകജാതി, ഏകമതം, ഏകദൈവ വിചാരം വേണമെന്ന്. ഒരു ജാതി എന്നൊരു കൺസെപ്റ്റ് 4000-ലധികം ജാതികൾ ഉള്ളപ്പോഴാണ് മഹാഗുരു ഉയർത്തിപ്പിടിച്ചത് ഒറ്റ ജാതി എന്ന്. ആർക്ക് പറയുവാൻ സാധിക്കും ഇങ്ങനെ ഒരു ജാതി എന്ന്? മഹാഗുരു നമ്മളോട് ജാതി നിർണയം എന്ന കൃതിക്ക് അത് പറയുന്നുണ്ട്. മനുഷ്യാണം മനുഷ്യത്വം ജാതിർഗോത്തം ഘവാമെത നാ ബ്രാഹ്മണാതിരസൈവം ഹാദത്വം വേത്തി കോപിനഹ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരവും ഭേദവും ഇല്ലതിൽ. സംസ്കൃതത്തിൽ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു. എന്നിട്ടും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒറ്റ ജാതിയായിട്ട് കാണുവാൻ പച്ച മലയാളത്തിൽ വീണ്ടും പറയുന്നു. പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു. മറസൂത്രിച്ച മുനി കൈവർത്ത കന്യകയിൽ നിന്ന്. പരാശര മഹാമുനിക്ക് പറച്ചിയിൽ നിന്നുണ്ടായതാണ് വേദവ്യാസൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അവിടെ വേദത്തെ പകുത്തു നൽകിയ ആ കൃഷ്ണദ്വൈപായകൻ വേദത്തെ പകുത്തു നൽകിയപ്പോൾ അവിടെ ജാതി ഉണ്ടായോ? പലതായിട്ട് കിടന്ന വേദത്തെ പകുത്തു നമുക്ക് നൽകി 4 വേദങ്ങളായിട്ട്. ആ വേദങ്ങൾ ഉപനിഷത്തുകളായി, പുരാണങ്ങളായി, ഇതിഹാസങ്ങളായി നമ്മളുടെ മുന്നിലെത്തി. അത് നമ്മൾക്ക് കാച്ചിക്കുറുക്കി 24 വേദാന്ത സൂത്രങ്ങളായിട്ട് മഹാഗുരു നമ്മുടെ കൈകളിൽ തന്നു. ഇല്ലേ? ആ മഹാഗുരു ആരാണ്? ഗുരു ഈശ്വരനല്ലേ? ആ ഗുരു ഈശ്വരനായിട്ട് ഗുരുവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ മഹാഗുരുവിന്റെ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാർ ധാരാളമുണ്ട്. ആ ശിഷ്യന്മാർ ഈ ശ്രീനാരായണ മന്ത്രത്തിൽ ഗുരുവിനോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഭഗവൻ സർവതത്വജ്ഞ ജീവലോകദയാപര ധർമ്മ വിവിച്യാദ്യ ശ്രോതുമുൽക്കണ്ഠിതാവയം. എന്താ പറഞ്ഞത്? ഭഗവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗമുള്ളവൻ, 6 ഗുണങ്ങളോട് കൂടിയവൻ. മാഹാത്മ്യം, യശസ്, കീർത്തി, ധൈര്യം, വൈരാഗ്യം, ജ്ഞാനം എന്നീ 6 ഗുണങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് എന്ത് തെറ്റാണുള്ളത്? ഗുരുവിന് ഈ 6 ഗുണങ്ങളും ഇല്ലേ? ഗുരു ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ മാത്രമാണോ ഗുരു ദർശനം തന്നത്? എല്ലാവർക്കും വേണ്ടിയാണ്. ഈ ലോകത്തുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വലിയൊരു ദർശനമാണ് ഗുരു നമുക്ക് തന്നത്. സർവ തത്വജ്ഞൻ എന്നാണ് ഗുരുവിനെ വിളിച്ചത്. സർവത്തിനും തത്വം കൊടുത്ത മഹാഗുരു. എന്തുകൊണ്ടാണ് അവർ ഗുരുവിനെ പൂർണ്ണമായിട്ട് ഗുരുവിനോട് ചേർന്ന് നിന്ന് ഗുരുവിനെ മനസ്സിലാക്കിയ ഗുരുവിന്റെ വത്സല ശിഷ്യന്മാരാണ് ഗുരുവിനോട് ചോദിച്ചത് സർവ തത്വജ്ഞ ഭഗവാനെ എന്ന് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു ജീവലോക ദയാപര എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ്? ഈ ജീവലോകത്തിലെ ഓരോരുത്തരെയും, അതായത് മഹാഗുരു അനുകമ്പാ ദശകം എന്ന ഒരു കൃതി നമുക്ക് എഴുതി തന്നിട്ടുണ്ട്.
അനുകമ്പ എന്ന പേരോടുകൂടി ഒരു കൃതി മഹാഗുരു എഴുതിത്തരണമെങ്കിൽ ഒന്ന് നാം ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ചിന്തിക്കണം, നമ്മളൊക്കെ അനുകമ്പയുള്ളവരാണോ? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക ഉള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അവിടെ ആദ്യമേ എന്താണ് പറയുന്നത്? ഒരു കുഞ്ഞുറുമ്പിന് പോലും, നമ്മൾ ദൈനംദിനം കാണുന്ന ഒരു ഉറുമ്പിനെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. കോടാനുകോടി ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഉറുമ്പിനെ, കാരണം ഒരു ഉറുമ്പിനെ കാണുമ്പോൾ നമ്മൾ ചവിട്ടി അരച്ചങ്ങ് കളയും. ആ ഉറുമ്പിന് പോലും നമ്മൾ കാരണം ഒരു ദോഷവും ഉണ്ടാകരുതേ എന്നൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹവും കാരുണ്യവും നിറയണമേ എന്ന ആ പ്രാർത്ഥനയോടുകൂടിയാണ് ഗുരു അനുകമ്പാ ദശകം എഴുതി തന്നിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള, ഈ ആവാസ വ്യവസ്ഥയിലുള്ള സകല ജീവജാലങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വലിയ ദർശനമാണ് തന്റെ കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മഹാഗുരുവിന്റെ ശിഷ്യോത്തന്മാർ ബോധാനന്ദ സ്വാമികൾക്കൊക്കെ ചോദിക്കുവാൻ കഴിഞ്ഞത്, ജീവലോക ദയാപര, ഞങ്ങൾക്ക് ആ ധർമ്മത്തെയും അധർമ്മത്തെയും ഒക്കെ വേർതിരിച്ചൊന്ന് പറഞ്ഞു തരുവോ ഗുരോ എന്ന്. എന്തിനാണ്? നമ്മളൊക്കെ ഇപ്പോൾ ധർമ്മം വിട്ട് അധർമ്മം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുവാൻ ഗുരുവിന്റെ ആ ദർശനത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്, ഇല്ലേ? ആ മഹാഗുരുവിന്റെ ഓരോ കൃതികളിലൂടെയും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗുരു എന്താണ് ഇതിനുള്ളിലെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നതെന്ന്. ആ അനുകമ്പാ ദശകത്തിന്റെ അടുത്ത വരികളൊക്കെ നമ്മൾ എടുത്തു വെച്ച് നമുക്ക് പറയാതിരിക്കുവാൻ സാധിക്കില്ല. കാരണം അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുളൻപിനെ നീക്കുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നുരുവിട്ടിയിടുക ഈ നവാക്ഷരി മന്ത്രം. ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? നമുക്ക് അരുളും അനുകമ്പയും സ്നേഹവും എല്ലാം നമുക്ക് വേണം. ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലോട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ നവാക്ഷരി മന്ത്രം ഓതിടുവാനും പറഞ്ഞു തന്നു. എന്താണ് നവാക്ഷരി മന്ത്രം? അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിയിടുക നവാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ എന്തായി പോകുമെന്ന് ഗുരു പറഞ്ഞു. അരുളില്ലാതെങ്കിൽ അസ്ഥിതോൽ സ്ഥിരനാറുന്നൊരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാം. നമ്മൾ എന്തായി തീരും? നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എല്ലാവരോടും കരുണയും സ്നേഹവും ദയവും ഒക്കെ ഉണ്ടാകണം. എല്ലാവരെയും ആത്മ സഹോദരരായിട്ട് ചേർത്ത് പിടിക്കുവാൻ സാധിക്കണം. ഗുരു ആ ഉപനിഷസാരം എല്ലാം ഒന്നിച്ചെടുത്ത് കാച്ചിക്കുറുക്കിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു, അവനവൻ ഇന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാധിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരയണമെന്ന്. ഗുരുവിന്റെ ആ വലിയ ദർശനം നമ്മളൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഗുരുവിന്റെ ദർശനത്തിലൂടെയാണോ നമ്മൾ ജീവിക്കുന്നത്? ഈ ഓരോ വരികള് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് തോന്നാറില്ലേ? നമ്മുടെ ഉള്ളിൽ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഈ ഒരു വരും കാലഘട്ടത്തിൽ ഗുരുവിനെ നമ്മൾ പഠിക്കണം, ഗുരുവിനെ അറിയണം, ഗുരുവിനെ നമ്മുടെ നെഞ്ചിലേറ്റണം. അത് ഒരു ജാതിക്കോ മതത്തിനോ ഒരു സമുദായത്തിനോ വേണ്ടി മാത്രം തന്നതല്ല മഹാഗുരുവിന്റെ വചനങ്ങൾ. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വലിയൊരു ദർശനം തന്നെയാണ്. നമുക്കറിയാം ശങ്കരാചാര്യർ നമ്മളോട് പറഞ്ഞ്, നമുക്കൊരു വിഷ്ണു ഭുജംഗത്തിൽ പറയുന്നുണ്ട്, ശരീരം കളത്രം സൂതം ബന്ധുവർഗം ജനം വയസ്യം സത്മവൃത്യം ഭുവം ച. നമ്മളുടെ മരണസമയത്ത്, മരിക്കുവാൻ പോകുന്ന സമയത്ത്, നമ്മുടെ ആ മരണസമയത്ത് മരണം നമ്മളെ ബാധിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണില്ല എന്ന്. അതായത് മഹാന്മാരൊക്കെ പരസ്പരം പൂരിപ്പിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ അതിനൊരു വിടവ് നികത്തിക്കൊണ്ട് മരണസമയത്ത് മാത്രമല്ല, നമ്മളുടെ ജനന സമയത്ത് പോലും നമ്മളുടെ കൂട്ടത്തിൽ ആരും കാണില്ല എന്ന ഒരു വിടവ് നികത്തുന്നുണ്ട് മഹാഗുരു. എന്താണ് അത്? പിണ്ടനന്ദി എന്ന ആ കൃതിയിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം എന്തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്തത്വമില്ല നീ അരുളീടു ശംഭോ. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു
കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയേ. കാലം കനിവിങ്കലിരുന്നു ഞാൻ ആ കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ. മാതാവുമില്ല പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ. കേട്ടോ ആ വരികള്? നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുമ്പോൾ പോലും നമുക്കവിടെ ആരുമില്ല. നമ്മളെ അവിടെ ആരാണ് വളർത്തിയത്? താതനാണ്, ഈശ്വരൻ എന്ന വലിയൊരു സത്തയുണ്ടായിരുന്നു നമുക്കവിടെ. അതിനെയെല്ലാം നമ്മൾക്ക് ഗുരുവിന്റെ ഓരോ കൃതികളിലും, ഈ പിണ്ടനന്ദി എന്ന് പറയുന്ന ആദ്യത്തെ കൃതിയിൽ അതിന്റെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി. കൽപ്പിച്ച പോലെ വരും എന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനൊക്കെയും അങ്ങ് ശംഭോ. ശിവപ്രസാദ പഞ്ചകത്തിലും നമ്മളോട് പറയുന്നുണ്ട്, പൊരുളെന്നു മുടമ്പൊടു മക്കളുയർ തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം. കരളിന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. ഇവിടെ എല്ലാം എന്താണ് പറയുന്നത്? നമ്മളെ പൊതിഞ്ഞു പിടിക്കുവാൻ ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ, ആ സ്പിരിച്വാലിറ്റി നമ്മൾ തിരിച്ചറിയണമെന്ന ഒരു വലിയ സത്യമാണ് ഗുരു നമ്മളെ തിരിച്ചറിയിക്കുന്നത്, അല്ലേ? നമ്മളൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വെറുതെ നമ്മള് ഗുരുവിന്റെ ഓരോ കൃതികളും ചൊല്ലി പോവുകയാണ്. പക്ഷെ ഇതിനകത്തെല്ലാമുള്ള അന്തസാരം നമ്മൾ തിരിച്ചറിയണം. ഗുരു എത്രത്തോളം, ആ മഹാഗുരു എത്രത്തോളം നമുക്ക് വേണ്ടി ഈ ജീവിതകാലത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട തത്വങ്ങളാണ് അതിലെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ആ ജാതി വ്യവസ്ഥതയൊക്കെ ഇല്ലാതെയാക്കാൻ, ജീർണിച്ച ആ ജാതി വ്യവസ്ഥ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഗുരുവിനോടൊപ്പം ചേർന്നത്. ആ പൂജ പുഷ്പങ്ങൾ മാത്രം വീണു ആ കാൽപാദങ്ങളിൽ, ഒരു മണൽത്തരി പോലും വീഴാതെ അനേകായിരം സന്യസ്തരും ഗൃഹസ്ഥരുമായ നാനാജാതി മതസ്ഥരായ ശിഷ്യോത്തന്മാരാണ് വന്നടഞ്ഞത്. ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഗുരു ജാതി വ്യവസ്ഥയെ തകർത്തത് എങ്ങനെയാണെന്ന് ഓരോ ശിഷ്യന്മാരിലൂടെയും കടന്നു ചെല്ലുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. ഗുരുവിന്റെ ആദ്യ ശിഷ്യനായ ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾ, നമുക്കറിയാം, നെയ്യാറിനടുത്തുള്ള 4 കിലോമീറ്ററിനടുത്തുള്ള മാരായിമുട്ടം എന്ന സ്ഥലത്ത് ഒരു യാഥാസ്ഥിതിക നായർ തറവാട്ടിലെ അംഗമായിരുന്നു. മഹാഗുരുവിനെ ഒറ്റ ദർശനം കൊണ്ട് ആ ഗുരുവിലേക്ക് അലിഞ്ഞു ചേരുകയായിരുന്നു. വേദാന്ത ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിച്ച് ആ മഹാഗുരുവിനോടൊപ്പം ചേർന്ന് കൊച്ചപ്പിള്ള എന്ന ആ ചെറുപ്പക്കാരൻ ശിവലിംഗദാസ സ്വാമികളായി മാറി. ശിവനെയും ഗുരുവിനെയും അഭിന്നമായി സാക്ഷാത്കരിക്കാൻ സാധിച്ച മഹാഗുരുവിനെ കുറിച്ച് എഴുതി, ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീധാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ. ഗുരുവിനെയും ശിവനെയും ഒന്നിച്ച് സാക്ഷാത്കരിച്ച ശിവലിംഗദാസി സ്വാമികൾ എഴുതി ഗുരുശക്കം ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുന്ന ആ ഗുരുശക്കം എന്ന പദ്യം പിന്നീട് അങ്ങോട്ട് നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ ഗുരുവിന്റെ ഓരോ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാർ ആലപ്പുഴക്കാരൻ അയ്യപ്പൻ പിള്ള സത്യവ്രത സ്വാമികളായി മാറി. അനാചാരങ്ങളെ ആചാരങ്ങളായി, ആ അന്ധവിശ്വാസങ്ങളെ ആചാരങ്ങളായി കൊണ്ടാടിക്കൊണ്ടിരുന്ന അയ്യപ്പൻ പിള്ള ഒരൊറ്റ ദർശനത്തിൽ ഗുരുവിനോടൊപ്പം ചേർന്ന്, ഗുരുവിനോടൊപ്പം നടന്ന് തന്റെ ആ നാവുകൾ, സരസ്വതി വിളയുന്ന ആ നാവുകൾ ഗുരുവിന്റെ ദർശനം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഈ ലോകമെങ്ങും പ്രസംഗിച്ചു നടന്നു. സത്യവ്രതനായിട്ട് തന്നെ മരണമടഞ്ഞു, ആ ദേഹം യോഗം നടന്നു എന്ന് ഗുരു തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവിന്റെ ഏറെ പ്രിയങ്കരനായ ഒരു ശിഷ്യനായിരുന്നു ധർമ്മതീർത്ഥ സ്വാമികൾ. നമ്മൾ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഏറെ ചേർത്ത് പിടിക്കേണ്ട ഒരു സന്യാസിവര്യൻ. കാരണം ധർമ്മതീർത്ഥ സ്വാമികളും തൃശ്ശൂരിനടുത്ത് വടക്കാഞ്ചേരിയിൽ പി പരമേശ്വര പിള്ള BA LLB എന്നറിയപ്പെടുന്ന ഒരു യാഥാസ്ഥിക നായർ തറവാട്ടിലെ അംഗമായിരുന്നു. അദ്ദേഹവും ഉയർന്ന ബിരുദം നേടി, നിയമബിരുദം നേടി, ഹൈക്കോടതി ജഡ്ജിയൊക്കെ ആയിട്ട് നിയമിതനായിട്ടും
അദ്ദേഹവും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ തൃശ്ശൂരിലൊക്കെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മഹാഗുരുവിന്റെ ദർശനം പ്രചരിപ്പിക്കുന്നതിൽ ആകർഷനായി ആ പരമേശ്വരപിള്ള ബോധാനന്ദ സ്വാമിയിലേക്ക് ചേർന്നപ്പോഴാണ് ഗുരുവിനെ കുറിച്ച് അറിയുവാനിടയായത്. അങ്ങനെ വടക്കാഞ്ചേരി പറളിക്കടവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് വന്ന മഹാഗുരുവിലേക്ക് ആ പ്രതിഷ്ഠ പരമേശ്വരപിള്ള തന്റെ ഹൃദയത്തിലോട്ട് ഗുരുവിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയി മാറി. പക്ഷെ ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പരമേശ്വരപിള്ള നായർ വിഭാഗത്തിലെ ഒരു അംഗമായതുകൊണ്ട് അദ്ദേഹത്തിന് ജാതിയുടെ പേരിൽ യാതന അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് വടക്കേ ഇന്ത്യയിലേക്ക് ഒരു യാത്ര പോകേണ്ടതൊക്കെ ആയിട്ട് വന്നു. ഇതൊക്കെ ധാരാളം പഠിക്കുവാനുണ്ട്. ഈ സമയക്കുറവ് മൂലം വലിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. എങ്കിലും നമ്മൾ ധർമ്മതീർത്ഥ സ്വാമികളെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അങ്ങനെ വടക്കേ ഇന്ത്യയിലേക്കൂടി യാത്ര പോയ വഴിക്ക് ഡോക്ടർ BR അംബേദ്കറെ കാണുന്നു. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോൾ ആർട്ടിക്കിൾ 14 എന്ന ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. മഹാഗുരു 100 വർഷങ്ങൾക്ക് മുമ്പ് 1888 ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശില മറ്റൊരു ശിലയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയമായ വിപ്ലവം, ഒരു മാറ്റത്തിന്റെ ശംഖുലി നമുക്ക് ഏവർക്കും അറിയാം. ആ മാറ്റത്തിന്റെ ശംഖുലി എന്തിനു വേണ്ടിയായിരുന്നു? ക്ഷേത്ര പ്രവേശനം നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം. അതിനുവേണ്ടി ഗുരു തന്ന ആ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കൊപ്പം ഗുരു എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന്. ആ ഒരു ജാതിയും മതവും ഒന്നും ഭേദമില്ലാത്ത ഒരു ലോകത്തെ, എല്ലാവരും ആത്മസഹോദരരായിട്ടിരിക്കുന്ന ആ ലോകത്തെ നമ്മളെ കാണിച്ചു തന്ന മഹാഗുരുവിന്റെ ദർശനം ഈ പരമേശ്വരപിള്ള, അതായത് ധർമ്മതീർത്ഥർ സ്വാമികളായി മാറി വടക്കേ ഇന്ത്യയിലേക്ക് പരിണത്തിനിടയ്ക്ക് ഡോക്ടർ BR അംബേദ്കറെ കാണുവാൻ ഇടയായപ്പോൾ ഗുരുവിന്റെ ഈ വലിയ ദർശനവും ഡോക്ടർ BR അംബേദ്കർക്ക് അറിയുവാനിടയായി. അതല്ലേ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലുള്ള ആ വലിയൊരു തത്വം ഗുരുവിന്റെ ആ വലിയൊരു ദർശനമാണെന്നുള്ളത് പറയുന്നതിൽ എന്താണ് നമുക്ക് സംശയം? നമുക്ക് ആ ഗുരുവിന്റെ ദർശനമാണ് ഇന്ന് ഈ ലോകം മുഴുവൻ വ്യാപകമായിരിക്കുന്നത്. ഇനിയും വരുവാൻ പോകുന്ന കാലങ്ങളിൽ ഇന്ന് 97ാമത് മഹാപരിനിർവാണ ദിനം ആചരിക്കുവാൻ പോകുമ്പോൾ ഇനി 3 വർഷം കൂടിയുള്ളൂ നമ്മൾക്ക് 100 വർഷമാകുവാൻ. മഹാപരിനിർവാണ ദിനമാകുമ്പോൾ 100 വർഷമാകുമ്പോൾ നമ്മുടെ പ്രഭാവമായിരിക്കുമെന്ന് മഹാഗുരു നമ്മളോട് പറയുന്നുണ്ട്. അതിന് എന്താണ് സംശയം? ഇന്ന് ഏതൊരു മീറ്റിങ്ങുകളിലും ഏതൊരു യോഗങ്ങളിലും നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും എല്ലാം ഗുരുവിന്റെ തിരുവചനമില്ലാത്ത ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്നൊരു പത്രത്താളുകളിലോ സോഷ്യൽ മീഡിയകളിലോ എന്തൊരു മീറ്റിങ്ങുകളിലും എല്ലാം ഗുരുവിന്റെ തിരുവചനങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് പശ്ചിമ ബംഗാളിലെ ഗവർണർ ലോക ക്രിസ്ത്യൻ മലയാളി അസോസിയേഷന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന മഹത്തായ സന്ദേശം ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻ സമുദായങ്ങളാണെന്ന്. ഒരു പക്ഷേ ആ ഒരു തിരുവചനം അവിടെ പറയേണ്ടതായ ആവശ്യമുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ധാരാളം സ്ഥാപനങ്ങളുണ്ട്, നിങ്ങൾ വിദ്യ കൊണ്ട് ഏറെ മുന്നിലാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് മഹാഗുരുവിന്റെ തിരുവചനമാണ് അവിടെ ഉപയോഗിച്ചത്. ഓർക്കണം, ലോക മലയാളി ക്രിസ്ത്യൻ അസോസിയേഷന്റെ ഒരു മീറ്റിംഗിൽ അവിടെയാണ് ഗുരുവിന്റെ ആ പ്രഭാവം എത്രത്തോളം ഇന്ന് ലോകമെങ്ങും പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ മഹാഗുരു എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വലിയൊരു ദർശനം തന്നെയാണ് തന്നിരിക്കുന്നത്. ഒരു മതം എന്ന് പറയുന്നുണ്ട്. ഒരു മതം എന്ന് പറഞ്ഞാൽ എന്താണ്? തത്വമാണ്. തത്വജ്ഞാനികളുടെ അഭിപ്രായം അത്രേ മതം. തത്വം എന്നാൽ എന്താണ്? തത്വമസി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് തത്വമസി? അത് നീയാകുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരനെ നമ്മൾ തിരിച്ചറിയുവാനാണ് തത്വജ്ഞാനികളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഋഷീശ്വരന്മാർ വന്നിട്ടുണ്ട്. ആ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ട് പോയില്ല മഹത്തായ സന്ദേശങ്ങൾ. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനാണ് മതം എന്ന് പറഞ്ഞത് എന്ന് ഗുരു നമ്മളോട് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു തരികയാണ്. ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ട് 1924 മഹാഗുരു ഒരു സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടി. നമുക്കറിയാം, ലോകത്തിലെ തന്നെ 2ാമത്തെ സർവ്വമത സമ്മേളനം എന്നാണ് ഇതിനെ പറയുന്നത്. ഏഷ്യയിലെ 1ാമത്തെ സർവ്വമത സമ്മേളനം. പക്ഷേ ഇത് ലോകത്തിലെ 1ാമത്തെ സർവ്വമത സമ്മേളനം എന്ന് തന്നെ നമുക്ക് അസന്നിഗ്ധമായി പറയുവാൻ സാധിക്കും. കാരണം എന്താണ്? അന്ന് 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന സർവ്വമത സമ്മേളനം കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ 400ാം വാർഷികമായിരുന്നു.
അന്ന് ഒരു സമുദായത്തെ മാത്രം, ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു യോഗമാണെങ്കിൽ, ഒരു മീറ്റിംഗ് ആണെങ്കിൽ, ഇവിടെ 1924 മഹാഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനം നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഒന്നായി കാണുക എന്നുള്ളത്, ഏകലോക മാനവിക ഐക്യത്തോടുകൂടി ഗുരു അവിടെ നാനാജാതി മതസ്ഥര്, ബുദ്ധമതം, ജൈനമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ഹിന്ദു മതം, അങ്ങനെ എല്ലാ മതത്തിലുള്ള മത അനുയായികളെയും വിളിച്ചുകൊണ്ട് ഓരോ മതത്തിലും അടങ്ങിയിരിക്കുന്ന സാരസത്തെ എന്താണെന്ന് അവരെ കൊണ്ട് തന്നെ പ്രസംഗിപ്പിച്ചുകൊണ്ട് ആ മതത്തിന്റെ സാരം, എല്ലാ മതത്തിന്റെയും സാരം ഒന്നു തന്നെയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഗുരു അവിടെ ഓരോരുത്തരെ കൊണ്ടും പ്രസംഗിപ്പിച്ചത്. ഗുരു അവിടെ എന്താ ചെയ്തത്? എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഗുരു എന്ത് ചെയ്തു? വാദകോലാഹലങ്ങളിൽ ഒന്നും ഇടപെടാതെ ഗുരു അവിടെ യോഗസ്ഥരായിരുന്നു, ഇല്ലേ? പാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ടും മോദസ്ഥരായി വസിച്ചു, അല്ലേ? ഗുരു അവിടെ അനങ്ങാതെ ഇരുന്നിട്ട് ഗുരു ലാസ്റ്റ് അവസാനം എന്താ പറഞ്ഞത്? എല്ലാ മതത്തിന്റെയും സാരം ഒന്നാണെന്ന് ഗുരു നമുക്ക് ആത്മോപദേശകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പല മതസാരവും ഏകമെന്നു പാരാതെ ഉലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതെ അമർന്നിടേണം. എല്ലാ മതത്തിന്റെയും സാരം ഒന്നുകൊണ്ട് തന്നെ ആയതുകൊണ്ട് എന്താ ഗുരു പറഞ്ഞു? നമുക്കൊരു അവിടെ ഒരു എല്ലാ മതത്തിലുമുള്ള ഒരു മഹാപാഠശാല ശിവഗിരിയിൽ സ്ഥാപിക്കണമെന്നാ പറഞ്ഞേ, അല്ലേ? എല്ലാ മതത്തിന്റെയും സാരം ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ആത്മസുഖമാണ്, മോക്ഷമാണ്. അപ്പം എല്ലാ മതത്തിലും നമ്മള് ബൈബിള് പഠിക്കുമ്പോൾ, ഖുറാൻ പഠിക്കുമ്പോൾ, ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്ന അന്തസത്ത, ആ അന്തസാരം ഒന്ന് തന്നെയാണ്, ആത്മസുഖമാണ്, മോക്ഷം കിട്ടുക എന്നുള്ളതാണ്. ഗുരു ഒറ്റ വാക്കിൽ നമ്മളോട് പറഞ്ഞു, എല്ലാ മതത്തിന്റെയും സാരം ഒന്ന് തന്നെയാണ്, പല മതസാരവും ഏകം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിഞ്ഞ് സദാപി ചെയ്തിടുന്നു. ജഗതീലീ മതമേകമെന്ന് ചിന്തിച്ചകമണയാതെ അകതാരമർന്നിടേണം. മതത്തെക്കുറിച്ച് ഗുരു പറഞ്ഞത് കേട്ടോ? അപ്പോൾ നമുക്ക് പല മതത്തിന്റെയും പല ജാതിയുടെയും ആവശ്യമുണ്ടോ? എല്ലാ മതത്തിന്റെയും സാരം ഒന്ന് തന്നെയാണ്, നമ്മൾ എല്ലാവരും ആത്മസഹോദരരായിട്ടിരിക്കുക. പിന്നീട് ഗുരു എന്താ പറയുന്നത്? ഒരു ദൈവം, ഒരു ജാതിയും ഒരു മതവുമാണെങ്കിൽ പല ദൈവത്തിന്റെ ആവശ്യം അവിടെ വരുന്നുണ്ടോ? ഇല്ല. പുണർന്നു പിറന്നതെല്ലാം ഒരു ഇനമാന്ന് ഗുരു പറഞ്ഞു. എല്ലാ മതത്തിന്റെ സാരവും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ എല്ലാം ഈശ്വരൻ ഒന്ന് തന്നെയാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ഒന്ന് തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് മഹാഗുരുവിന്റെ ദൈവോപനിഷത്ത്, ഇന്ന് 114 ഭാഷകളിലായിട്ട് വിവർത്തനം ചെയ്തിരിക്കുന്ന ദൈവോപനിഷത്ത് എന്ന് പറയുന്ന ദൈവദശകം, മഹാഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് വിരചിതമായ ദൈവദശകം ഇന്ന് 114 ഭാഷകളിലാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് മഹത് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഹാഗുരുവിന്റെ ഒരൊറ്റ കൃതി ഏതെല്ലാം ഭാഷകളിലാണ് വിവർത്തനം ചെയ്തത്? ഇറ്റാലിയൻ ഭാഷയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന സർവമത സമ്മേളനത്തിൽ വെച്ച് കേൾക്കുകയുണ്ടായി. ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമല്ലേ? അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? സർവമത പ്രാർത്ഥനയാണത്. ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ഗുരുവിന്റെ ഓരോ കൃതികളിലും ഇത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ആ ദൈവത്തെ ഒരു ജാതിയുടെയും മതത്തിന്റെയും പേരില്ലാതെ ദൈവമേ എന്ന് വിളിക്കുവാൻ പഠിപ്പിച്ച ഗുരു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും, ജീവനില്ലാത്തതും ജീവനുള്ളതുമായ എല്ലാത്തിനെയും ഒന്നൊന്നായി തൊട്ടെണ്ണിക്കൊണ്ടാണ് ഗുരു ചേർത്ത് പിടിക്കുന്നത്. അവിടെ ഗുരു അദ്വൈത ദീപിക എന്ന കൃതിയൊക്കെ നമ്മൾ വായിച്ചു പഠിക്കണം. പേരായിരം പ്രതിഭയായിരം ഇഞ്ഞവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതു കിനാവുണരും വരേക്കും നേരാമുണർന്നു
വളർന്നു അളവുണർന്നവന ശേഷം. ഒന്ന് ഓർത്തു നോക്കിക്കേ, അതിലെന്താ പറയുന്നത്? ഈ ലോകത്ത് 1000 പ്രതിഭകളും 1000 പേരുകളുമുണ്ട്, എല്ലാവരും ഒന്നായിട്ട് തീരുവാനാ പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? ഗുരു അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. അന്നവും വസ്ത്രവും ഒക്കെ എവിടുന്നാ കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈ അന്നം എവിടുന്നാ കിട്ടിയത്? നമ്മൾക്ക് അറിയാം, ഈ അദ്വൈത ദിവ്യയ്ക്കകത്ത് നമ്മളോട് പറയുന്നുണ്ട്, വാസസ്സു തന്തു വിദു പഞ്ഞി ഇതാദിമൂല ഭൂതപ്രഘാതം ഇതു മോർക്കുകിലി പ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസലത്ത് പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. വാസസ്സു പോലെ തന്തുവിതു പഞ്ഞീതാദിമൂല. അതായത് നമുക്കൊരു വസ്ത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വസ്ത്രം എവിടുന്നാന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈ വസ്ത്രം തുന്നുന്നത് എങ്ങനെയാണ്? നൂലിലാണ്, അല്ലേ? ഈ നൂല് എവിടെ നിന്നാണ് കിട്ടുന്നത്? പഞ്ഞിയിൽ നിന്നാണ്. ഈ പഞ്ഞി എവിടെ നിന്നാണ്? ഒരു മരത്തിൽ നിന്നാണ്. ഈ മരം എവിടെ നിന്നാണ്? ഈ മരം എവിടെയാണ് വളരുന്നത്? ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ വളരണമെങ്കിൽ മണ്ണിനടിയിൽ എന്താണ് ഇട്ട് കൊടുക്കുന്നത്? ഒരു വിത്താണ്. ആ വിത്ത് മുളയ്ക്കണമെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവേണ്ടത്? ഒരു സത്തയാണ് ഉണ്ടാവേണ്ടത്. ഈ സത്തയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ഒരു സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മളെ സംരക്ഷിക്കുന്ന ഈശ്വരൻ ഒന്ന് തന്നെയാണെന്നുള്ള ആ ഒരു വലിയ അന്തസ്സാര സത്ത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. അതാണ് ഗുരു നമ്മൾക്ക് ആ ദൈവോപനിഷത്തിലൊക്കെ പറഞ്ഞു തരുന്നത്. ഗുരുവിന്റെ ഓരോ ആ കാവ്യതല്ലചിലങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് തന്നെയാണ്. ആ ഉപനിഷത്ത് സാരമെല്ലാം കാച്ചിക്കുറുക്കി ശ്രീനാരായണ ധർമ്മം എന്ന ഒരൊറ്റയൊരു സ്മൃതി ഗ്രന്ഥത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ തന്നു. നമ്മളുടെ പൂജാമുറിയിൽ, നമ്മളുടെ വീടുകളിൽ നമ്മൾ ഭദ്രമായിട്ട് നമ്മൾ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും ഒക്കെ സൂക്ഷിക്കുന്നത് പോലെ നമ്മൾക്ക് സൂക്ഷിക്കുവാൻ, ഈ ലോകമെങ്ങുമുള്ളവർക്ക് സൂക്ഷിക്കുവാൻ നമുക്ക് കാട്ടിത്തന്ന മഹത് ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. ആ ധർമ്മം എന്ന പുസ്തകമായിരിക്കണം നമ്മളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ നമ്മളുടെ വഴിയും വഴികാട്ടിയുമായി നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. ആ മനുഷ്യന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി ചേർത്ത് പിടിക്കുവാൻ ഗുരു തന്ന ആ വലിയൊരു ദർശനം, ആ ദർശനമാണ് ഗുരു നമ്മൾ നേരിട്ട് നോക്കി കാണേണ്ടത്. വെറുതെ നമ്മൾക്ക് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് തന്നതല്ല ഗുരു, വെറുതെ കൃതികൾ എഴുതി തന്നതല്ല. ഓരോ സ്ഥലത്തിരുന്ന് പല പ്രാവശ്യമായിട്ട് ഗുരുവിന്റെ ഉള്ളത്തിൽ ഊറി വന്ന കാവ്യതല്ലജങ്ങളാണ് നമ്മൾക്ക് ഓരോ സന്ദർഭത്തിൽ ഓരോരോ മനുഷ്യന്റെ മാനവികത എന്താണെന്ന് നോക്കിക്കണ്ടിട്ട് ഗുരു നമ്മൾക്ക് എഴുതി തന്നതാണ് ഗുരുവിന്റെ ഓരോ കാവ്യതല്ലജങ്ങളും. ആ മഹാഗുരുവിന്റെ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാരെ എല്ലാം നമ്മൾ നോക്കിക്കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കറിയാം ഗുരു ഓരോരുത്തർക്കും വേണ്ടത് അർഹതപ്പെട്ട ഓരോ സ്ഥാനമാനങ്ങളാണ് ഗുരു കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ഗുരുവിന്റെ ദർശനം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുകയുള്ളൂ. ആ ഗുരുവിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയണം. ഏകലോക മാനവിക ഐക്യത്തിന്റെ പ്രയോക്താവായിട്ട് മഹാഗുരുവിനെ കണ്ടുകൊണ്ട് ഇനിയും വരും കാലത്തിന്റെ ശാസ്ത്രയുഗത്തിന്റെ ഋഷിയായിട്ട് ആ മഹാഗുരുവിനെ നമുക്ക് കാണുവാൻ സാധിക്കണം. ആ ദൈവഗണം കണ്ടെത്തി എന്ന് 2012 ജൂൺ 4 ഫ്രാൻസിലെ ബേണിൽ വെച്ച് 20 ലക്ഷത്തിലധികം ശാസ്ത്രജ്ഞന്മാർ ചേർന്നിരുന്ന് 20 വർഷത്തോളമായി ചേർന്നിരുന്ന് കണ്ടുപിടിച്ചു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിന്റെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ് ഈ പ്രപഞ്ചമെന്ന്. ആ ദൈവഗണത്തെ കണ്ടുപിടിക്കുവാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മഹാഗുരു 1897 തന്നെ നമുക്ക് അദ്വൈത ദീപികയിലൊക്കെ പറഞ്ഞു തന്നു, ഈ ഒരു പരമാവധി ഒരു ബോധമാണ് ഈശ്വര സത്തയെന്ന്. ആ ഈശ്വര സത്ത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആത്മീയതയും ഭൗതികമായ ജീവിതത്തെ കോർത്തിണക്കിക്കൊണ്ട് ഒരു നല്ല രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ നാഗമ്പട ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് എൻ്റെ കോട്ടയത്ത് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രത്യേക കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞു ചേർക്കുകയാണ്. ഞങ്ങൾ നാഗമ്പട ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രവും അതിന്റെ പ്രാധാന്യവും ഒക്കെ ഒരു വീഡിയോ പ്രസന്റേഷൻ നടത്തുന്നുണ്ട്. അത് എത്രത്തോളം ക്ഷേത്രത്തിനുള്ള പ്രാധാന്യം, ക്ഷേത്ര പ്രതിഷ്ഠ എന്തിനു വേണ്ടിയായിരുന്നു, ഒരു സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയൊരു ലക്ഷ്യമാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ. മഹാഗുരു വെറുതെ കുളിച്ചു വന്ന് നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരിടമല്ല ക്ഷേത്രമെന്ന് നമ്മളെ വരച്ചു കാട്ടിത്തരികയാണ് ഗുരുവിന്റെ ഓരോ ക്ഷേത്ര പ്രതിഷ്ഠയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ട് കോട്ടയത്തിന്റെ നാഗമ്പട ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ആ ചരിത്രവും പ്രാധാന്യവും ഒക്കെ ഒരു വീഡിയോ പ്രസന്റേഷനായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തോഷവും കൂടി ഈ നിമിഷം ഞങ്ങൾ അറിയിക്കുകയാണ്. അതിനുപരി ആ ക്ഷേത്രത്തിൽ നിന്ന് പോന്നപ്പോൾ അതിന്റെ
സംഘാടകരും അതിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ക്ഷേത്രത്തെക്കുറിച്ച്, ഈ നാഗമ്പട ക്ഷേത്രത്തെക്കുറിച്ചും അവരോട് പറയണം കേട്ടോന്ന്. അതെ, ക്ഷേത്രത്തിന് ധാരാളം പ്രാധാന്യമുണ്ട്. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് നാഗമ്പട ശ്രീ മഹാദേവ ക്ഷേത്രം. കാരണം നമ്മളൊക്കെ ഹിസ്റ്ററി പുസ്തകത്തിൽ വായിച്ചു കേട്ടിട്ടേ ഉള്ളൂ. താണിശ്ശേരി ലഹള, മാറുമറയ്ക്കൽ ചടങ്ങ്, സമരം, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ അവിടെ യാഥാർത്ഥ്യമായതാണ്. കാരണം അവിടുത്തെ ആദ്യം ഇതുപോലെ ഫൗണ്ടർ ഓഫ് സ്ഥാപകൻ, അതിന്റെ സ്ഥാപകനായ കെ ശംഖു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അത് മഹാഗുരുവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ഒരു സഭ രൂപീകരിക്കുന്നതും ആ സഭയിലൂടെ പിന്നീട് അത് ക്ഷേത്രമായിട്ട് രൂപീകൃതമാകുന്നതും പിന്നീട് അതിന് വളരെ ചരിത്ര പ്രാധാന്യം ഉണ്ടാകുന്നു. ശിവഗിരി തീർത്ഥാടനം എന്ന മഹാ തീർത്ഥാടനം ഇന്ന് ലോകമെമ്പാടും കൊണ്ടാടുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഉത്ഭവം അവിടെ നിന്നാണ്. ശ്രീ ടി കെ കിട്ടൻ വൈദ്യർ, വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ എന്നീ പറയുന്ന രണ്ട് മഹാഗുരുവിന്റെ ശിഷ്യന്മാർ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. ഗുരുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ശിവഗിരിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നുണ്ട്, ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമാകുമോ എന്ന്. എന്നിട്ട് ഗുരു പിന്നീട് അങ്ങോട്ട് നമുക്ക് പറഞ്ഞു തന്നതെല്ലാം ഈ ലോകത്തിൽ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ആ ജീവിതചര്യകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഗുരു പറഞ്ഞ അഷ്ടലക്ഷ്യങ്ങളിലൂടെ. ആ അഷ്ടലക്ഷ്യങ്ങളൊക്കെ ഉത്ഭവിച്ചത് അവിടെ നിന്നാണ്. ഗുരു അതൊക്കെ നമ്മളെ ജീവിതത്തിലൂടെ തന്റെ ബാല്യകാലം മുതൽ ഈ ഗുരുവിന്റെ മഹാസമാധി ദിനം വരെ ഗുരു നമ്മളെ കാണിച്ചു തന്ന ഓരോ ജീവിതചര്യകളും 8 ലക്ഷ്യങ്ങളായിട്ട് നമ്മൾക്ക് ചുരുക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഉത്ഭവിച്ചു. അതുപോലെ തന്നെ 108 ശാഖകൾക്ക് ആദ്യമായി ശാഖാ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയ സ്ഥലം, പൊതുയോഗങ്ങളൊക്കെ കൂടുതലും നടന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു SNDP യോഗത്തിന് പിറവിയെടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആലോചന യോഗം കൂടുന്നതും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് നാഗമ്പട ശ്രീ മഹാദേവ ക്ഷേത്രം. അവിടെ നിന്ന് ഈ ഒരു നാഗപ്പൂരിൽ വന്ന് നിങ്ങളോട് മഹാഗുരുവിന്റെ തിരുവചനം പറയുവാൻ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മഹാഗുരുവിന്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്നും എന്നും എൻ്റെ കൂടെ എപ്പോഴുമുള്ള ആ മഹാഗുരുവില് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ആത്മസഹോദരരായിട്ട് ഇന്നലെ മുതൽ എനിക്ക് കണ്ടതിൽ മനസ്സിലായത്, ആരും പരസ്പരം ഒരു വൈരാഗ്യോ ഇതൊന്നുമില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് ഒന്നിച്ച് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ ഓരോ ഭാഗങ്ങളാണ് എന്ന് വർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം വളരെ സന്തോഷവും അഭിനന്ദനം അറിയിക്കുന്നതും കാര്യമാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ടും വരും കാലങ്ങളിൽ ആ മഹാഗുരുവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോകുവാൻ സാധിക്കട്ടെ. എനിക്ക് ഇങ്ങനെയൊരു മൊമെന്റ്, ഈ ഹാപ്പി മൊമെന്റ്സ് പറയാതിരിക്കുവാൻ സാധിക്കില്ല. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് കൂടെ. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തന്ന ഒരു 2 ദിനങ്ങളാണ്. നിങ്ങളെ ഒരിക്കലും ഞാൻ ഈ ഒരു നിമിഷത്തിൽ പറയുകയാണ്, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു സന്തോഷവും ഭാഗ്യവുമാണ് ആയിട്ട് ഇത് കരുതുന്നു. പ്രത്യേകിച്ച് പ്രക്ഷോഭ, അതിന് കൂടെയുള്ള പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇതിന്റെ നേരത്തെയുള്ള സ്ഥാപനങ്ങൾ നടത്തിയവർക്കും, അതുപോലെ തന്നെ ഞാൻ ഈ ബാബു സാറിനെ വന്നപ്പോൾ പരിചയപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു വിദ്യാലയം ഒക്കെ ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അവിടെ നിന്ന് വന്ന കുട്ടികൾ, ഇവരെയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മഹാഗുരുവിന്റെ വലിയൊരു ദർശനമായിരുന്നു വിധി കൊണ്ട് സ്വതന്ത്രരാകുക. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനമൊക്കെ നടത്തുന്ന ആ ഒരു രീതി ഏറെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കും ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കും ഇത് വളർന്നു പന്തലിച്ച് SNDP യോഗത്തിന്റെ മഹത്തായ ഒരു സംഘടനയായിട്ട് മാറട്ടെ എന്ന എല്ലാവിധ ആശീർവാദങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും എല്ലാം നേർന്നുകൊണ്ട് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സമഭാവനയോടെ, സമബുദ്ധിയോടെ, സമഭക്തിയോടെ ഏവർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമത്തിൽ എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ, ഗുരുധർമ്മം ജയിക്കട്ടെ.